അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇത് കുറച്ച് കോൺട്രവേഴ്സിയൽ ആയേക്കാവുന്നൊരു വീഡിയോ ആണ്. ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലുള്ള ഒരു എന്താ പറയുന്നത് ഒരു സങ്കടം നിങ്ങളോടൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് എല്ലാവരും ഈ വീഡിയോയുടെ ടാഗ് ലൈൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ നല്ലത്, എങ്ങനെ ചൂസ് ചെയ്യാം എന്നാണ് ഞാൻ ഇതിൻ്റെ ടാഗ് ലൈനായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടയിലുള്ള കുറേ തെറ്റിദ്ധാരണകൾ തിരുത്താൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പഠിച്ച ഒരാളാണ്. അതേപോലെ തന്നെ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ജോലി ചെയ്തിട്ടുണ്ട്. സോ ഇത് രണ്ടും തമ്മിൽ എന്താണ് ഡിഫറൻസ്, അല്ലെങ്കിൽ നിങ്ങളൊരു അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ഡൗട്ട് വരുമ്പോൾ ഏതാണ് ബെസ്റ്റ് എന്ന് പറയുന്നില്ല, ഏതാണ് നിങ്ങളുടെ അസുഖത്തിന് ചേരുക എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ. ഇത് എൻ്റെ മാത്രം പെർസ്പെക്റ്റീവാണ്, എൻ്റെ മാത്രം ചിന്തകളാണ്. സോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ പറയുന്നതൊക്കെ എൻ്റെ ധാരണകളും എൻ്റെ കൺക്ലൂഷൻസും മാത്രമാണ്. ഇതിനൊരു എവിഡൻസോ അല്ലെങ്കിൽ ഒരു സ്റ്റഡിയോ അങ്ങനെയൊന്നുമില്ല. സോ ഇതിനെ അങ്ങനെ മാത്രം എടുക്കുക. ഞാനൊരു എന്താ പറയുക, സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരു സാധാരണ രീതിയിൽ വളർന്ന ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിച്ച് ഡോക്ടറായ ഒരാളാണ്. സോ എൻ്റെ ജീവിത സാഹചര്യങ്ങളും ഞാൻ പഠിച്ച സാഹചര്യങ്ങളും എൻ്റെ ഗുരുക്കന്മാരും എല്ലാം എൻ്റെ വ്യൂസിനെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ വീഡിയോ കാണുക. ഈ വീഡിയോ മാത്രം ആധാരമാക്കി നിങ്ങളൊരു തീരുമാനം എടുക്കരുത്. ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഓക്കെ, ഇപ്പം നമ്മൾ രണ്ട് കാര്യങ്ങളാണല്ലോ ഇവിടെ നോക്കുന്നത്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഇതിലേതാണ് നല്ലത്? അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് അസുഖം എന്നുള്ളതാണ്. ഇപ്പം ആസ് എ ഡോക്ടർ ഇപ്പം എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്കൊരു അസുഖം വന്നു എന്ന് വിചാരിക്കുക. ഒബ്വിയസ്ലി ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എനിക്ക് എന്നെ ചികിത്സിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ ഭാര്യയോ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ്, ചേട്ടന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വേണോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വേണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക ഉത്തരം എനിക്ക് നല്ല ഡോക്ടറുള്ളടത്ത് പോകണമെന്നാണ്. അത് തന്നെയാണ് അതിൻ്റെ ഉത്തരവും. ലൈക്ക് നിങ്ങളൊരു ഹോസ്പിറ്റൽ കണ്ടിട്ട് ഒരിക്കലും ഒരിടത്തും പോരുത്. അതിനെങ്ങനെ എക്സാമ്പിൾ പറഞ്ഞു തരികയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു 2 കാറുകൾ എടുത്തു എന്നിരിക്കുക. ഒന്നെന്ന് പറയുന്നത് ഭയങ്കര അഡ്വാൻസ് ടെക്നോളജീസ് ഉള്ള ഒരു എന്താ പറയുക, കാണാനൊക്കെ അടിപൊളി ലുക്കുള്ള ഒരു പ്രീമിയം നമ്പർ പ്ലേറ്റ് ഒക്കെയുള്ള ഒരു ബ്രാൻഡിൻ്റെ കാറ്. രണ്ടാമത്തേത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റായ ഒരു ഓൾട്ടോ. ഇത് രണ്ടും എടുക്കുക. ഈ ഓൾട്ടോയ്ക്കകത്ത് യാതൊരു സജ്ജീകരണവും ഇല്ല, യാതൊരു ഓട്ടോമേഷനും ഇല്ല, കാണാനും വലിയ ലുക്കൊന്നുമില്ല. പക്ഷേ ഇത് ഓടിക്കാൻ സൂപ്പറാണെന്ന് വിചാരിക്കുക. ഇപ്പുറത്തുള്ള ഈ ലക്ഷറി കാറ് എല്ലാത്തിലും സൂപ്പറാണ്, പക്ഷേ ഓടിക്കാൻ കൊള്ളില്ല എന്ന് വിചാരിക്കുക. ആസ് എ ഡ്രൈവർ ഞാനൊരു ലോങ് റണ്ണ് പോവുകയാണെങ്കിൽ ഇതിലേതെടുക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ ഓൾട്ടോ എടുക്കും. പക്ഷേ സാധാരണക്കാരെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ലക്ഷറി കാറായിരിക്കും എടുക്കുക. അതാണ് ഡിഫറൻസ്. മനസ്സിലായില്ലേ? നിങ്ങളൊരു അസുഖത്തിന് ഡോക്ടർ എവിടെയാണോ ബെസ്റ്റ് ഉള്ളത് അത് നോക്കി പോവുക. ഇതെല്ലാത്തിലും ട്രൂ അല്ല. ഞാൻ പറയുന്നത് 99% കേസിലും നിങ്ങൾക്ക് എന്താണ് അസുഖമെന്ന് ആദ്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. അതൊന്ന്. 2, നിങ്ങൾക്ക് ഈ അസുഖത്തിന് ഏറ്റവും നല്ല ചികിത്സ തരാൻ പറ്റിയ ഡോക്ടർ എവിടെ ഉണ്ടെന്ന് നോക്കുക. ഇപ്പം നിങ്ങളൊക്കെ ഒരു ഫോൺ വാങ്ങണമെങ്കിൽ, ഞാനിപ്പം ജെൻസി ആയിട്ടുള്ള കുട്ടികളുടെ കാര്യം പറയുന്നത്, ഒരു ഫോൺ വാങ്ങണമെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണമെങ്കിൽ, ഒരു മിക്സി വാങ്ങണമെങ്കിൽ നിങ്ങൾ എത്ര പേര് റിവ്യൂ യൂട്യൂബിൽ കാണും, അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള എത്രയോ വീടുകളിൽ ഇത് വാങ്ങിയവരുടെ എല്ലാം അടുത്ത് പോയി അന്വേഷിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അസുഖത്തെക്കുറിച്ച് നന്നായി അന്വേഷിക്കുക. എന്നിട്ട് അസുഖം ചികിത്സിക്കാൻ ഏറ്റവും നല്ല ഡോക്ടർ എവിടെയുണ്ടെന്ന് അന്വേഷിക്കുക. ഏറ്റവും നല്ല ഡോക്ടർ എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ഒരു ഡോക്ടറിൽ നിന്ന് വേണ്ടത് അത് തരാൻ പറ്റുന്ന ഒരു ഡോക്ടറാണോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം ആ ഡോക്ടർ എവിടെയുണ്ടോ അവിടെ പോയി കാണുക. ഇപ്പോൾ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണ്, എനിക്കിപ്പോൾ ഒരു ശ്വാസം മുട്ടൽ വന്നു, എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ആരെ കാണുമെന്ന് ചോദിച്ചാൽ എൻ്റെ മുന്നിൽ ഒരു ഉത്തരവേ ഉള്ളൂ, ഞാൻ ഉണ്ണികൃഷ്ണൻ കർത്തയോ ഇല്ലെങ്കിൽ ഡോക്ടർ വേണുഗോപാലിനെ പോയി കാണും. അവർ ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത് എനിക്കൊരു പ്രശ്നമേ അല്ല. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ അവരെ കാണുക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്ത് എനിക്ക് അവിടെ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വരുമെന്നുള്ളതോ, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഫോൺ വിളിച്ച് നേരത്തെ റിസർവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി ഇരിക്കുമ്പോൾ എനിക്ക് AC കിട്ടില്ല എന്ന് പറയുന്നതോ ഒന്നും എൻ്റെ പ്രശ്നമല്ല. എൻ്റെ ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ അസുഖം മാറുക എന്നുള്ള. അസുഖം മാറാൻ ഞാൻ കണ്ടെത്തിയ എൻ്റെ അറിവിലുള്ള ഏറ്റവും നല്ല ഡോക്ടർ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുമാണ്. സോ അവരെവിടെ ഉണ്ടെങ്കിലും, അവരിപ്പോൾ ഹിമാലയത്തിലാണെങ്കിലും എത്ര കഷ്ടപ്പാട് സഹിച്ച് ഞാൻ അവിടെ പോയി അവരെ കാണും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് നോക്കുക.
അതും ഒരു പ്രിഫറബിൾ ഓപ്ഷനാണ്. കാരണം ഇത് ഞാൻ പ്രത്യേകിച്ചും പറയാം, എല്ലാ അസുഖങ്ങൾക്കും അല്ല. നിങ്ങൾക്കൊരു സ്ട്രോക്ക് വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഷുഗറിന് മരുന്ന് കഴിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നിങ്ങളൊരു ക്രോണിക് പേഷ്യൻ്റാണ്. അതായത് നിങ്ങൾ ഇന്ന് പോയി അഡ്മിറ്റായി 5 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന ഒരാൾ മാത്രമല്ല, നിങ്ങൾക്ക് ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലോ നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ റിവ്യൂ ചെയ്യേണ്ടി വരും. അതിനാണ് നമ്മൾ പേഷ്യൻ്റ് റിവ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ റിവ്യൂ ചെയ്ത്, അതായത് ആ ഡോക്ടറെ വീണ്ടും വീണ്ടും കാണേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ഹരിപ്പാടുള്ള ഒരാളാണ്. ഞാൻ ഒരു അറ്റാക്ക് വന്നപ്പോൾ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ കാരിത്താസ് ഹോസ്പിറ്റലിൽ പോകുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിനുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോ മാസവും ഇല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴും ഈ ഡോക്ടറെ കാണാൻ വേണ്ടി അവിടെ പോകേണ്ടി വരും. സ്വാഭാവികമായും ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങൾക്കത് മടുക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ഇനിയിപ്പോൾ ഈ മരുന്ന് തന്നെ കഴിച്ചാൽ മതിയല്ലോ എന്ന്. അങ്ങനെ നിങ്ങൾ ഫോളോ അപ്പ് നിർത്തും. അങ്ങനെ തന്നെ അസുഖം കൂടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊരു കാര്യമാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ന്യൂമോണിയ വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു അലർജിയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈക്ക് എന്തെങ്കിലും ഫ്രാക്ചറോ അങ്ങനെ എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ഉള്ളൊരു ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് അത്രമാത്രം താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും, ഇപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പോകുന്നുണ്ട്, നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും അവിടെ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആക്സസബിൾ ആയിരിക്കും ഡോക്ടർ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം. പക്ഷേ അത് ഇത്തരം അസുഖങ്ങൾക്ക് മാത്രം ചെയ്യുക. മൂന്നാമത്തെ കാര്യം, ഒരിക്കലും ഓവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക. മനസ്സിലായില്ലേ? ഒരുപാട് പേര്, ഇപ്പം ഞാൻ എൻ്റെ തന്നെ ക്ലിനിക്കൽ ലൈഫിലുണ്ടായ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു 65 വയസ്സുള്ളൊരമ്മയ്ക്ക് ബാത്റൂമിൽ തെന്നി വീണിട്ട് തല മുറിഞ്ഞിട്ട് വന്നു. ആക്ച്വലി അതിനൊരു 3 സ്റ്റിച്ചിൻ്റെ ആവശ്യമുള്ളൂ. ഞാനായിരുന്നു ക്യാഷ്വാലിറ്റിയിൽ അമ്മയെ കൊണ്ടുവന്നു. ആ അമ്മയ്ക്ക് ബ്ലഡ് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു പേഷ്യൻ്റെ പൈസ കണ്ടോട് കുറച്ച് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ് 3 സ്റ്റിച്ചിൻ്റെ ആവശ്യമുള്ളൂ, വീട്ടിൽ പോവാം, അമ്മയെ 6 മണിക്കൂർ നോക്കണം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സി ടി എടുക്കണം, ഇല്ലേ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഉടനെ ആ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡറായ മകൻ എന്നോട് ചോദിച്ചാൽ അമ്മയ്ക്ക് നെറ്റിയിൽ പാട് വീഴുമെന്നാണ്. നിങ്ങൾ ആലോചിക്കണം, 65 വയസ്സുള്ള ഒരാൾക്ക്, ശരിയാണ് എല്ലാവർക്കും അവരുടെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനുള്ള എല്ലാ തരമായ മൗലിക അവകാശങ്ങളുണ്ട്. പക്ഷേ എൻ്റെ പ്രശ്നം ആ അമ്മയുടെ കൺസേൺ അല്ലത്. അവരുടെ മകൻ്റെ കൺസേൺ എന്ന് പറയുന്നത് അമ്മയുടെ തലയിൽ പാട് വീഴുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു പാട് വീഴാൻ ഒരു 50% ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അവർ പ്ലാസ്റ്റിക് സർജനെ അന്വേഷിച്ച് തൃശ്ശൂർ വരെ പോയി. അതവിടെ ആവശ്യമാണോ എന്നൊരു ചോദ്യമുണ്ട്. 65 വയസ്സുള്ളൊരമ്മയ്ക്ക് ഈ തൃശ്ശൂർ വരെ പോകുന്ന അലച്ചിലും പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് പിന്നെ അവിടെ നിൽക്കുന്ന 2-3 ആഴ്ചത്തെ അലച്ചിലും ഒക്കെയാണോ വലുത്, അതോ ഒരു ചെറിയ പാട് വന്ന് അവർ വീട്ടിലിരുന്ന് ബാക്കിയുള്ള ദിവസങ്ങൾ സുഖമായിട്ടിരിക്കുന്നതാണോ നല്ലത്? അമ്മയോട് ചോദിക്കുക. അവർക്ക് അതാണ് താല്പര്യം, അവിടെ കൊണ്ടുവന്നതിൽ തെറ്റില്ല. പക്ഷേ അവിടെയും നമ്മൾ ഒരിക്കലും ഓവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക. ആവശ്യമുള്ള അസുഖത്തിന് ആവശ്യമുള്ള മരുന്ന്. നിങ്ങൾക്കൊരിക്കലും അത് എല്ലാവർക്കും എനിക്ക് എന്താണ് അസുഖം, അതിനെന്താണ് ചികിത്സ എന്ന് പൂർണ്ണമായി നിർണ്ണയിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നല്ല പറയുന്നത്. കുറേയൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ ആവശ്യത്തിന് മാത്രം മരുന്നുകളും ആവശ്യത്തിന് മാത്രം ഡോക്ടർമാരെയും കൺസൾട്ട് ചെയ്യാൻ ശ്രമിക്കുക. 4ാമത്, ഇൻ കേസ് ഓഫ് എമർജൻസി ഞാൻ പറയുന്നത്, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സർജറിയോ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബൈപ്പാസ് സർജറി ചെയ്യേണ്ട ഒരു എമർജൻസി സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എമർജൻസി ആൻജിയോപ്ലാസ്റ്റി വേണം, അല്ലെങ്കിൽ ഒരു എമർജൻസി ന്യൂറോ സർജറി വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഏറ്റവും പെട്ടെന്ന് അത് ചെയ്ത് കിട്ടുന്ന ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യാം. അതിന് യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ചും ഞാനിത് പറയാൻ കാരണം, നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് വളരെയധികം അഡ്വാൻസ്ഡ് ആണ്, വളരെയധികം എക്സ്പേർട്സായ ഡോക്ടേഴ്സും ഉണ്ട്. പക്ഷേ എപ്പോഴത്തെയും പ്രശ്നമെന്ന് പറയുന്നത് അവർ ഭയങ്കര അണ്ടർ സ്റ്റാഫ്ഡ് ആണെന്നുള്ളതാണ്. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിനുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഇല്ല. അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും എമർജൻസി ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അത്തരം എമർജൻസി സിറ്റുവേഷൻസിൽ ആദ്യം നിങ്ങളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാം. അത്യാവശ്യം ഇൻഷുറൻസ് കവറേജ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ അത്ര പ്രശ്നമില്ലാത്ത ആളുകളാണെങ്കിൽ മാത്രം ഡയറക്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ ആശ്രയിക്കുക. പിന്നെ അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, എപ്പോഴും നിങ്ങൾക്ക് ചേരുന്ന, നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഡോക്ടറെ സ്ഥിരമായി കാണാൻ ശ്രമിക്കുക. അല്ലാതെ ഹോസ്പിറ്റൽ ഷോപ്പിംഗ് ചെയ്യരുത്. ഹോസ്പിറ്റൽ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഞങ്ങൾ ഡോക്ടേഴ്സിനിടയിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അതായത് ഒരു ദിവസം ഒരു ഡോക്ടറെ കാണാൻ, അടുത്ത ദിവസം അടുത്ത ഡോക്ടർ, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ സ്ഥിരമായൊരു ഡോക്ടർ, പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഫാമിലി ഡോക്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ എത്രമാത്രം പ്രായോഗികമാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളെ എപ്പോഴും കേൾക്കാൻ തയ്യാറായ, നിങ്ങളെക്കുറിച്ച് 1 മുതൽ 100 വരെ എല്ലാം അറിയാവുന്ന ഒരു ഡോക്ടറെ സ്ഥിരമായി കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ടാവും.
ആ ഡോക്ടർ എവിടെയാണെങ്കിലും ആ ഡോക്ടറെ തന്നെ കാണാൻ ശ്രമിക്കുക. ആ ഡോക്ടർ പറഞ്ഞാൽ മാത്രം മറ്റൊരു ഡോക്ടറുടെ അഡ്വൈസ് സ്വീകരിക്കുക. ചിലപ്പോൾ ആ ഡോക്ടർക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല, അദ്ദേഹത്തിന് നിങ്ങൾ സഹായിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവർ വേറൊരു ഡോക്ടറെ അഡ്വൈസ് ചെയ്യും. അപ്പോൾ മാത്രം മറ്റൊരു ഡോക്ടറെ കാണാൻ ശ്രമിക്കുക. അടുത്തത്, നിങ്ങളൊരു അസുഖത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളൊരു അസുഖം ഡിസ്കസ് ചെയ്യുമ്പോൾ ആ അസുഖം എന്തെങ്കിലുമൊക്കെ രോഗത്തെക്കുറിച്ച് അറിയാവുന്നവരോട് ഒരിക്കലും ഡിസ്കസ് ചെയ്യരുത്. അസുഖത്തെക്കുറിച്ച് നന്നായി ബോധ്യമുള്ള ആളുകളോട് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ അഡ്വൈസ് സ്വീകരിച്ചു മാത്രം ഒരു റെഫറൻസ് പോയിന്റ് എടുക്കുക. ഉദാഹരണത്തിന് ഇപ്പം എനിക്കിപ്പോൾ ഒരു അസുഖം വന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു സ്ട്രോക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഉടനെ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയോട് അഭിപ്രായം ചോദിക്കേണ്ട എന്നല്ല, അവർ പറയുന്നത് മാത്രം കണക്കിലെടുക്കരുത്. ഇപ്പം നിങ്ങളുടെ അറിവിൽ തന്നെ നഴ്സുമാരുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ഡോക്ടേഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആരെങ്കിലുമൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ അസുഖം വന്നവർ തന്നെ ഉണ്ടാകും. അവരോട് സംസാരിക്കുക. എന്നിട്ട് അവർക്ക് ബെറ്റർ എന്ന് തോന്നുന്ന ഓപ്ഷൻ ഏതാണോ, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തരുന്ന സജഷൻ ഏതാണോ ആ സജഷൻ നിങ്ങൾ വിലക്കെടുക്കുക. അല്ലാതെ പുറത്തു നിന്ന് കളി കാണുന്ന ആളുകളുടെ എന്താ പറയുക കമൻ്റ് കേട്ടിട്ട് തീരുമാനങ്ങൾ എടുക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ ടോപ്പിക്കിൽ എനിക്ക് പറയാൻ നിങ്ങളോടുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഭയങ്കര നല്ലതാണ്. പക്ഷേ ആകെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്നും ഒരു അഡ്വർടൈസ്മെൻ്റ് ഇല്ല. അതായത് നിങ്ങളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് കണ്ടിട്ടുണ്ടോ, അതിൻ്റെ എല്ലാം പെയിൻറ്റിങ്സ് ഭയങ്കര ഡള്ളായിരിക്കും. അതായത് അവർ ചൂസ് ചെയ്യുന്ന പെയിൻറ്റ് ഭയങ്കര ഡള്ളായിരിക്കും. റിസപ്ഷനിൽ ഭയങ്കര മേക്കപ്പ് ചെയ്ത റിസപ്ഷനിസ്റ്റുകളൊന്നും ഉണ്ടാവില്ല, ഭയങ്കര ക്ലീനിങ് സ്റ്റാഫ് ഒന്നും കാണത്തില്ല, AC ഒന്നും കാണത്തില്ല, ഫയലൊന്നും കാണാൻ ഭയങ്കര ലുക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുവാണെങ്കിൽ ആ മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തൊന്ന് കയറി നോക്കണം. OTയിൽ എന്തുമാത്രം അഡ്വാൻസ്ഡ് ആണെന്നറിയോ? അത് ഒരിക്കലും അത് പുറമേ റിഫ്ലക്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കാറില്ല. എന്ന് അവർക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, നമ്മുടെ നാട്ടിലെ എല്ലാ മെഡിക്കൽ കോളേജും, ഒരു മെഡിക്കൽ കോളേജ് ഞാൻ തള്ളി പറയില്ല, എല്ലാ മെഡിക്കൽ കോളേജുകളും നമ്മുടെ നാട്ടിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനോട് തുല്യമായി നിൽക്കും. എന്തിൽ? പേഷ്യൻ്റ് കെയറിൽ. ശരിക്കും ഡോക്ടേഴ്സിൻ്റെ വാല്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിലും ബെറ്റർ ആവും. എല്ലാ ഡോക്ടേഴ്സും എന്നല്ല ഞാൻ പറയുന്നത്, അത്രമാത്രം എക്സ്പേർട്സായ ഡോക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ. പക്ഷേ എന്തുകൊണ്ടോ പേഷ്യൻസ് അത് പ്രിഫർ ചെയ്യുന്നില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒരിക്കലും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് അവരുടേതായ പങ്ക് സമൂഹത്തിൽ വഹിക്കാനുണ്ട്. പക്ഷേ അപ്പോൾ ഒരിക്കലും നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിനെ മറന്നു പോകരുത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഫുൾ എൻ്റെ വ്യൂസ് മാത്രമാണ്. ഇതിൽ നിങ്ങൾക്ക് ഇതിനെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകും, സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടാകും. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. യെസ്, ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഓക്കെ.